സന്ദേശമാല കാണുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീത നമസ്കാരം. ഏത് കാര്യത്തിലും സ്വാർത്ഥത വെച്ച് പുലർത്തുന്ന മനുഷ്യരുടെ ലോകത്താണ് ഇന്ന് നാം ജീവിക്കുന്നത്. അവനവൻ്റെ കാര്യം മാത്രം നടക്കണം എന്നുള്ള വിചാരം മാത്രം. ബസ് കാത്തിരിക്കുക, ധാരാളം ആളുകൾ കയറാനുണ്ട്. ബസ് വന്നു, തിക്കിത്തിരക്കി ഒരാൾ ആദ്യം തന്നെ അതിൽ കയറിക്കൂടി. ബാക്കിയുള്ളവരൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. മതി, ബാക്കി അടുത്ത ബസ്സിൽ വരട്ടെ എന്ന് പറഞ്ഞാൽ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ഇയാളുടെ കാര്യം കഴിഞ്ഞല്ലോ. എല്ലാവരെയും കയറ്റിയാൽ അന്ന് അവിടുന്ന് എല്ലാവരെയും കയറ്റിയിട്ടാണ് ബസ് പോയത്. അടുത്ത സ്റ്റോപ്പിലും ആളുകൾ നിൽക്കുന്നു. അവിടെയും ബസ് നിർത്തി. ഇയാൾ ബഹളം വെക്കാൻ തുടങ്ങി. ഇനി ഇതിലെവിടെയാണ് ആളെ കൊള്ളുക, മതി കയറ്റിയത് എന്ന് പറഞ്ഞ് ബഹളം തന്നെ. ആ സ്റ്റോപ്പിൽ നിന്നും എല്ലാവരെയും കയറ്റിയിട്ട് തന്നെയാണ് ബസ് യാത്രയായത്. അടുത്ത സ്റ്റോപ്പിലെത്തി. അവിടെ രണ്ടാൾ നിൽക്കുന്നു. അവിടെ നിർത്തിയതും ഇയാൾ വീണ്ടും ബഹളം തുടങ്ങി. ഇങ്ങനെയാണ് മനുഷ്യരുടെ സ്വഭാവം. തൻ്റെ കാര്യം കഴിഞ്ഞല്ലോ, ഇനി ബാക്കിയുള്ളവരെന്തോ ആവട്ടെ. ഇതല്ലേ സ്വാർത്ഥത. അയാൾ കയറിയപ്പോൾ തൊട്ടേ തുടങ്ങിയതാണ്. ഇനി ആളെ കയറ്റണ്ട, സ്ഥലമില്ല എന്ന് പറഞ്ഞു. അപ്പം തൊട്ട് എല്ലാ സ്റ്റോപ്പിലും ആൾക്കാരെ ബസ്സിൽ കയറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും ബസ്സിൽ സ്ഥലമുണ്ട് ആൾക്ക് നിൽക്കാൻ. എല്ലാ മനുഷ്യരും ഇങ്ങനെയെന്ന് പറയുന്നില്ല. ദയയും കാരുണ്യമൊക്കെ ഉള്ള ഒരു വനത്തിനകത്ത് ഒരു കുടിലിൽ ഒരു പണ്ഡിതൻ ഒറ്റയ്ക്ക് താമസിക്കുക. ആഹാരമൊക്കെ കഴിച്ച് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം. അപ്പോഴാണ് പുറത്തു നിന്ന് ആരോ വാതിലിന് മുട്ടുന്ന ശബ്ദം കേട്ടത്. പണ്ഡിതൻ പോയി വാതിൽ തുറന്നു. വഴി തെറ്റി വന്നൊരു കോടീശ്വരനായ മദ്യപാനിയാണ്. വഴി തെറ്റി കാട്ടിൽ അകപ്പെട്ടു പോയതാണ്. ഭയങ്കര തണുപ്പുണ്ട്. ഈ ഒരു രാത്രി ഇതിനകത്ത് കഴിച്ചുകൂടാൻ എന്നെ അനുവദിക്കണമെന്ന് ഇദ്ദേഹം പറഞ്ഞു. ഇവിടെ ആകെ ഒരു കട്ടിലേ ഉള്ളൂ, എങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പണ്ഡിതനും പറഞ്ഞു. പണ്ഡിതൻ ഇയാളെ അകത്തേക്ക് കയറ്റി. രണ്ടാളും ഒരു കട്ടിലിൽ കിടന്നു. എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും വാതിലിൽ ആരോ മുട്ടുന്നത് വീട്ടു. പണ്ഡിതൻ വാതിൽ തുറക്കാൻ പോകുമ്പോൾ കോടീശ്വരൻ തടഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇനി ആ വാതിൽ തുറക്കണ്ട, അത് തുറക്കാൻ നിൽക്കണ്ട. ഇവിടെ ഒരാൾക്ക് കൂടി കിടക്കാനുള്ള സ്ഥലമില്ല. സാരമില്ല, നോക്കാം ആരാണെന്ന് എന്ന് പറഞ്ഞ് പണ്ഡിതൻ വാതിൽ തുറന്നു. ഇതുപോലെ തന്നെ കുടിച്ചു വെളിവില്ലാതെ വഴിതെറ്റി വന്ന മറ്റൊരു കോടീശ്വരനാണ്. ഇദ്ദേഹം പറയുന്നതും തണുപ്പ് സഹിക്കാൻ കഴിയുന്നില്ല, ഇന്നൊരു രാത്രി ഇവിടെ കിടക്കാൻ അനുവദിക്കാം. ഇതാണ് ഇദ്ദേഹവും പറയുന്നത്. പണ്ഡിതൻ അയാളെയും അകത്ത് കയറ്റി. 3 പേരും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കട്ടിലിൽ കിടക്കുക. അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വാതിലിനാരോ മുട്ടുന്നു. പണ്ഡിതൻ എഴുന്നേൽക്കാൻ തുടങ്ങിയതും
അവിടെ വഴക്കായി. ഇനി ഇവിടെ സ്ഥലമില്ല, നിങ്ങൾ വാതിൽ തുറക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പിടിച്ച് പുറത്തേക്ക് അങ്ങോട്ട് ആക്കും. പണ്ഡിതനെ ശ്രദ്ധിക്കാതെ വാതിൽ തുറന്നു. ഒരു കഴുതയാണ്. കോടീശ്വരൻ പണ്ഡിതനെയും കഴുതയും പിടിച്ച് പുറത്തേക്ക് തള്ളി. പണ്ഡിതനും കഴുതി പുറത്തേക്ക് തെറിച്ച് വീഴുകയും ചെയ്തു. കോടീശ്വരന്മാർ വാതിലും അടച്ചു. പണ്ഡിതനും കഴുതയും കൂടി മറ്റൊരു സ്ഥലത്തേക്ക് നടക്കുകയാണ്. കുറച്ചങ്ങോട്ട് നടന്നതേ. അപ്പോൾ ശക്തമായ ഒരു ഇടിവെട്ടി കുടിലിന് തീ പിടിച്ചു. കുടില് ആളിക്കത്തുന്നു. കത്തി ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്നു. കോടീശ്വരന്മാർ അതിൽ കിടന്നു. ചത്തോ ജീവിച്ചോ ജീവനോടെ ഉണ്ടോ എന്ന് ആർക്കറിയാം. കഴുത പറഞ്ഞു, അവർ ചത്താലെന്ത്, ജീവിച്ചാലെന്ത്? അവർ ചത്തോ ജീവനോടെ ഉണ്ടോ എന്ന് നമുക്കറിയേണ്ട ഒരു കാര്യവുമില്ല. നന്ദിയില്ലാത്തവരെ കുറിച്ച് നാം അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞ് കഴുതയും പണ്ഡിതനും നടന്നങ്ങോട്ട് പോയി. ഇതിൽ എന്തെങ്കിലും മനസ്സിലാക്കാനായിട്ട് നമുക്കുണ്ടോ എന്ന് വെറുതെ ഒന്ന് ആലോചിക്കുക.